നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. ഞാൻ ഇവിടെ തന്നെയായിരിക്കും. ഈ വേഷത്തിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇവിടെ എത്തുന്ന ഭൂരിഭാഗം പേരുടെ അവസ്ഥ ഇതാണ്. പെട്ടെന്നൊരു വിഷമം ഉണ്ടാകുന്നു, അതിനെ തുടർന്നൊരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ വരുന്നവരോട് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ജ്യോതിയോടും അതുതന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അമ്മേ, ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഞങ്ങളെ വേദനിപ്പിക്കരുതെന്ന് കരുതിയ ജ്യോതി. അറിയാം കുട്ടി, നിങ്ങൾ ആ പ്രാർത്ഥനാമുറിയിലേക്ക് ചെല്ലൂ. ആ കുട്ടി ഇല്ലാതെ ഇവളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ തന്നെ ജ്യോതിയോടൊന്ന്. ഞാൻ സംസാരിക്കാം. അതിനു മുമ്പ് നിങ്ങളൊന്ന് സംസാരിക്കുക. വരൂ. ജ്യോതിയെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. ജ്യോതി, എന്താ നീ കാണിച്ചത്? എന്ത് ഭ്രാന്തൊക്കെ കാണിക്കുന്ന? ഇത് ഭ്രാന്തൊന്നും അല്ല ചേച്ചി. പെട്ടെന്ന് ആലോചിച്ചെടുത്ത തീരുമാനമല്ല. കുറെ നാളായിട്ട് ഞാനിതിന് ശ്രമിക്കുന്നു. പറഞ്ഞാൽ നിങ്ങളെ സമ്മതിക്കില്ലെന്നറിയാം. അമ്മ നിന്നെ കാത്തിരിക്കാം. വാ, നമുക്ക് പോവാം. ഞാനില്ല. ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. ഞാൻ ഇവിടെ തന്നെയായിരിക്കും. ഈ വേഷത്തിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ട്. ചേച്ചി അമ്മയോട് പോയി പറയണം ഞാനിവിടെ സന്തോഷത്തോടെ നിൽക്കുന്നേന്ന്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ ജീവിതം ഇങ്ങനെയല്ല ആവേണ്ടത്. നിന്നെ കുറിച്ച് എന്റെയും അമ്മയുടെയും പ്രതീക്ഷകൾ ഇതൊന്നും അല്ല. നിത്യേച്ചി ഒന്നും പറയണ്ട. എന്റെ തീരുമാനത്തിൽ നിന്നും എന്നെ മാറ്റാനും ശ്രമിക്കണ്ട. ജ്യോതി, ടീച്ചർക്ക് പറയാനുള്ളത് എന്താണെന്ന് ജ്യോതി ആദ്യം ഒന്ന് കേൾക്ക്. എന്നിട്ട് മതി ഒരു തീരുമാനം. ടീച്ചർ ഒന്ന് സംസാരിക്കുക. മോളെ, നിന്നെ വിവാഹം കഴിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയാ അമ്മ ഈ സങ്കടങ്ങളൊക്കെ മറച്ചു വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാതെ പോയല്ലോ നീ. തിരിച്ചറിഞ്ഞില്ലെന്ന് ആരു പറഞ്ഞു? ഞാനതിന് തയ്യാറായത് ചേച്ചി കണ്ടതല്ലേ. എന്റെ വിവാഹം നടക്കാത്തോണ്ട് നിന്റെ വിവാഹം നടക്കില്ലെന്നങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലേ? ഞാനൊരു വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ചേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല.
ഒരു വിവാഹ ബന്ധത്തിൽ നിന്നും ചേച്ചി അനുഭവിച്ച എല്ലാ ദുരന്തങ്ങളും നേരിട്ട് കണ്ടു നിന്നവളാ ഞാൻ. എന്തിനാ അങ്ങനെ ഒരു ജീവിതം? ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നിത്യേച്ചി അങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുക്കണ്ട. എനിക്കും വേണ്ട. മോളെ, നിന്നെ തിരിച്ചു കൊണ്ടു ചെല്ലാന്ന് ഞാൻ അമ്മയോട് വാക്ക് പറഞ്ഞതാ. നീ ഇല്ലാതെ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്താവെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ നിത്യേച്ചി? ഇവിടെ ആശ്രമത്തിലുള്ള ആളുകളൊക്കെ ബന്ധുക്കളുള്ളവരാ, ബന്ധങ്ങൾ ഉണ്ടായിരുന്നവരാ. അമ്മയ്ക്ക് ഇവിടെ വന്ന് എന്നെ കാണുന്നതിന് ഒരു തടസ്സവും ഇല്ലല്ലോ. പിന്നെ ഇതൊരു മോശം കാര്യമല്ല. മോളെ, അമ്മയുടെ അവസ്ഥ നീ മനസ്സിലാക്കിയേ പറ്റൂ. അച്ഛനിന്ന് പോലും ഒളിഞ്ഞു നടക്കുന്ന ഒരു ജീവിതം, അത് നിസ്സാരാണോ? നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മ അങ്ങനെയൊക്കെ ചെയ്തത്? ജ്യോതി, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. നീ എന്റെ കൂടെ വന്നേ പറ്റൂ. പ്ലീസ് മോളെ. അയ്യോ നിത്യേച്ചി, എന്താ ഈ കാണിക്കുന്നത്? മോള് വരണം. നിന്റെ സന്തോഷത്തിന്, നമ്മുടെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി നിത്യേച്ചി എന്തിനും തയ്യാറാ. മോളെ, അമ്മേ, ജ്യോതിയെ തിരിച്ചു കൊണ്ടുപോകാമോ? തീർച്ചയായിട്ടും. കുട്ടിയുടെ മനസ്സ് ഒന്നുകൂടെ പാകപ്പെടട്ടെ. ഇവിടെ എപ്പോഴും കുട്ടിക്ക് വരാം. അമ്മേ, ജ്യോതി വന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.